സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഞാൻ നിറമേകിയ സ്വപ്നങ്ങളെക്കാൾ അങ്ങേ തികവേറിയ പദ്ധതികൾ നന്മയെന്ന് ഞാൻ അറിയുന്നു. തിരുഹിതമെൻ ജീവിതത്തിൽ നിറവേറുവാൻ എന്നെ താഴ്ത്തുന്നു അങ്ങേ സന്നിധിയിൽ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണിയണേ നിൻ ഹിതം പോൽ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണിയണേ നിൻ ഹിതം പോൽ. ഓരോ ദിവസവും എൻ ചുവടുകളിൽ തിരുഹിതം തന്നെ ഞാൻ തേടിടുവാൻ മനം തുറന്നിടുക, കൃപയരുളിടുക, അങ്ങേ വചനത്തിൽ നടന്നിടുവാൻ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണി
അങ്ങേ തിരുഹൃദയം നോവാനിടവരുന്ന വഴിയൻ മുന്നിലടയ്ക്കണമേ. അങ്ങേ തിരുനാമമെന്നും മഹത്വപ്പെടുത്തും വഴി മാത്രമെന്നും തുറക്കണമേ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണിയണേ നിൻ ഹിതം പോ. ഈ ഭൂമിയിലെ ക്ഷണജീവിതത്തിൽ അങ്ങേ രാജ്യത്തിനായി ജീവിക്കുവാൻ, അങ്ങേ സേവ ചെയ്യാൻ ഈ ജീവിതവും അങ്ങേ കൈകളിൽ നാഥാ എടുക്കണമേ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണിയണേ നിൻ ഹിതം പോ. എന്റെ സൃഷ്ടാവേ, എന്റെ ഉടയോനേ, എന്നുമേ ഞാൻ നിൻ സ്വന്തമേ. എന്റെ രക്ഷകനേ, എന്റെ കർത്താവേ, എന്നെ പണിയണേ നിൻ ഹിതം പോ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ 32-ാമത്തെ സങ്കീർത്തനത്തിൽ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ലോകത്തിൽ അനേകം ഭാഗ്യവാന്മാരുണ്ട് എന്നാണ് നാം വിചാരിക്കുന്നത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അനേകർ വിചാരിക്കുന്നത് ധനം ഒരു ഭാഗ്യമായിട്ട് അനേകർ വിചാരിക്കാറുണ്ട്. വലിയ വലിയ നേട്ടങ്ങൾ ഒരു ഭാഗ്യമാണെന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. അതുപോലെ സാമ്രാജ്യങ്ങൾ കീഴടക്കുന്ന വ്യക്തികൾ വലിയ ഭാഗ്യമുള്ളവരാണെന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. അവരൊക്കെയും ഭാഗ്യവാന്മാരെന്ന് മറ്റുള്ളവർ പറയാനുള്ള കാരണം അവർക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നലിലാണ് അവർ ഭാഗ്യവാന്മാർ എന്ന് വിചാരിക്കുന്നത്. പണം കൊണ്ട് സന്തോഷം വാങ്ങിയെടുക്കാൻ സാധിക്കുമെന്നും അധികാരം കൊണ്ട് പണവും സന്തോഷവും അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നും അവരങ്ങനെ വിചാരിക്കുന്നുവെന്ന് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരൊക്കെയും ഇങ്ങനെയുള്ള വലിയ നേട്ടങ്ങളെയും വലിയ ധനങ്ങളെയും അതുപോലെ വലിയ അധികാരങ്ങളെയും കയ്യാളിയ ആൾക്കാരെ വലിയ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ വലിയ ഭാഗ്യവശാലികൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭാഗ്യക്കുറികൾ അടിക്കുന്ന ആൾക്കാരെ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിസമ്പന്നരായ ആൾക്കാർ അവരുടെ സമ്പത്ത് അങ്ങനെ സമൂഹത്തിൽ കാണിക്കുമ്പോൾ അവരെ നമ്മൾ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ നാം അവരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലൊക്കെയും ഒരു ശൂന്യതയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളോട് നാം അടുത്ത് ഇടപഴകുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലെ ശൂന്യത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും. വലിയ വലിയ നേട്ടങ്ങൾ നേടിയ പല ആൾക്കാരും പറയുന്നൊരു കാര്യം, അവർക്ക് ആ നേട്ടങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവരങ്ങനെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയ ആൾക്കാരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, ഈ ലോകത്തിലെ ഒരു നേട്ടങ്ങളും അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥ കൊണ്ടുതരാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 23-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നുവെന്ന്. ഈ സങ്കീർത്തനം എഴുതിയ
എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള പ്രാണനെ ദൈവം തണുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നാം ഇപ്പോൾ ചിന്തിച്ച കാര്യം ഭാഗ്യശാലികളെക്കുറിച്ചാണ്. ഇവരൊക്കെയും ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഹൃദയങ്ങളെ ചൂട് പിടിച്ച് അല്ലെങ്കിൽ തൻ്റെ പ്രാണനെ ചൂട് പിടിപ്പിച്ച മനുഷ്യരാണ് നമുക്ക് കാണാൻ സാധിക്കും. അവർ അതിനു വേണ്ടിയിട്ടാണ് അനേക ലക്ഷക്കണക്കിന് രൂപകളും അവരുടെ ആരോഗ്യമൊക്കെയും ചിലവാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ധനവാനെക്കുറിച്ച് ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. ആ ധനവാൻ തൻ്റെ എല്ലാ സ്വത്തും തൻ്റെ മോക്ഷത്തിനായിട്ട് അങ്ങനെ ആശ്രമങ്ങളൊക്കെ എഴുതി കൊടുത്തായിട്ട് ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആ ചൂടിനെ അല്ലെങ്കിൽ തൻ്റെ പ്രാണൻ്റെ ആ ചൂടിനെ തണുപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിന് അത് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പിന്നെയും ചെയ്യാൻ തോന്നുന്നത്. അതുപോലെ നമുക്ക് മറ്റുള്ള ആളുകളെ നോക്കിയാലും കാണാൻ സാധിക്കും എത്ര പേരാണ് മോക്ഷത്തിന് വേണ്ടി യാത്രകളും അതുപോലെ തങ്ങളുടെ പ്രവർത്തികളും ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തങ്ങളുടെ പാപം നിറഞ്ഞ ഹൃദയങ്ങളെ അല്ലെങ്കിൽ ചൂട് പിരിച്ച പ്രാണനെ അവർ തണുപ്പിക്കാൻ വേണ്ടി അവർ അനേക കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ 32-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പ്രാണനെ ചൂട് പിടിച്ചൊരു മനുഷ്യനെ നമുക്ക് അതിലും കാണാൻ സാധിക്കും. അതിൻ്റെ 3-4 വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. പാപം മറച്ചു വെച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചൂട് അല്ലെങ്കിൽ തൻ്റെ പ്രാണനിലെ ആ ചൂട് പിടിച്ച അവസ്ഥയാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതൊന്നും കൂടെ നമുക്ക് വായിക്കാം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. പാപം ചെയ്തൊരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ അത് ദൈവത്തോട് അറിയിക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷമ ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന വികാരമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. അത് അദ്ദേഹത്തെ എത്രത്തോളം ബാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ഭൂരിഭാഗ ജനങ്ങളും അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് നമുക്ക് താഴോട്ട് വായിച്ചാലേ നമുക്ക് അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മനുഷ്യൻ എന്താണ് തൻ്റെ പ്രാണനെ തണുപ്പിക്കാൻ ചെയ്തത് എന്ന് നമുക്കൊന്ന് താഴോട്ട് വായിച്ചു നോക്കാം. അതിൽ നമ്മൾ കാണുന്നത് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു വന്നു. 5-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. പാപം അങ്ങനെ ഹൃദയത്തിൽ മറച്ചു വെച്ചൊരു മനുഷ്യൻ അങ്ങനെ മറച്ചു വെച്ചപ്പോൾ അല്ലെങ്കിൽ പാപത്തിന് മോചനം ലഭിക്കാതിരുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ചൂട് പിടിച്ച അവസ്ഥയാണ് നമ്മൾ മുകളിൽ കണ്ടത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് ആ 5-ാമത്തെ വാക്യത്തിൽ ആണ് ഈ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം ചെയ്ത കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടാൻ വേണ്ടി, ഞാൻ പറഞ്ഞതുപോലെ മോക്ഷത്തിന് വേണ്ടി യാത്രകൾ നടത്തുന്നു, അല്ലെങ്കിൽ പാപം ക്ഷമിച്ചു കിട്ടാൻ വേണ്ടി വലിയ വലിയ പ്രവൃത്തികളെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തൻ്റെ കോടാനുകോടി വരുന്ന ധനങ്ങൾ അങ്ങനെ ആശ്രമങ്ങളിലേക്കോ അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കോ പള്ളികളിലേക്കോ എല്ലായിടത്തേക്കും കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ എഴുത്തുകാരൻ അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഇത് എഴുതിയത് ദാവീദ് എന്ന് പറഞ്ഞ രാജാവാണ്. ആ രാജാവിന് കോടാനുകോടി സ്വർണ്ണങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വത്തുണ്ട്, അല്ലെങ്കിൽ രത്നങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അനേക സ്വത്തുള്ള ഒരു മനുഷ്യനാണ്, അധികാരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും സാധിക്കും. അദ്ദേഹം ഈ അവസ്ഥയെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്, തനിക്ക് എല്ലാം ഉള്ളൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ സ്വത്തോ തൻ്റെ പ്രവൃത്തിയോ ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ചെയ്യുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ദൈവത്തിനോട് തൻ്റെ പാപത്തെ ഏറ്റുപറയുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ അകൃത്യം അല്ലെങ്കിൽ തൻ്റെ പാപം മറച്ചു വെക്കാതെ അത് ദൈവത്തിന് മുമ്പിൽ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യം എന്നാണ് കാണുന്നത്. ഞാനിവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങളും ചെയ്യായിരുന്നു. യെരുശലേമിലെ ദേവാലയം ഉണ്ടായിരുന്നു, അവിടെ യാഗങ്ങൾ അർപ്പിക്കായിരുന്നു. അത് ചെയ്യാതെ അദ്ദേഹം ചെയ്ത കാര്യം ദൈവത്തിനോട് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അകൃത്യം അദ്ദേഹം ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രതികരണവും ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ആ അറിയിച്ച ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, അപ്പോൾ യഹോവ എൻ്റെ അകൃത്യം ക്ഷമിച്ചു വന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തോട് അപേക്ഷിച്ച ഒരു മനുഷ്യനോട് ദൈവം തൻ്റെ അകൃത്യം ക്ഷമിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വളരെ അത്ഭുതകരമായ ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ രാജാവിനൊരു ബോധ്യമുണ്ടായിരുന്നു, തൻ്റെ പാപത്തിന് മുമ്പിൽ താൻ നിസ്സഹായനാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ പാപം ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കാത്ത പാപമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്
ഉണ്ടായിരുന്ന മറ്റൊരു ബോധ്യം എന്ന് പറയുന്നത് തൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ തൻ്റെ പാപത്തിൻ്റെ ആ ഒരു വലിയ കെട്ട് തുറന്നാൽ ദൈവം അത് ക്ഷമിച്ചു തരുമെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ശരിയായൊരു ബോധ്യമായിരുന്നു എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യഹോവ എൻ്റെ പാപം, അല്ലെങ്കിൽ ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന കാര്യം. എനിക്ക് കേൾവിക്കാരോട് എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, പാപത്തിന് മുമ്പിൽ നാം എല്ലാവരും നിസ്സഹായരാണ് എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ, അല്ലെങ്കിൽ സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ദൈവത്തിന് മാത്രമേ പാപത്തെ മോചിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യർക്കോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കോ പാപത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പാപത്തോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, നിൻ്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ പാപത്തെ മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അധികാരത്തോടു കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് സുവിശേഷങ്ങളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജനനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 21-ാമത്തെ വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കുറേ അത്ഭുതങ്ങൾ ചെയ്യുവാനോ, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതല്ലായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശം. കുറേ തത്വചിന്തകൾ പറയുവാനോ അല്ലെങ്കിൽ കുറേ ഉപദേശങ്ങൾ കൊടുക്കുവാനോ ആയിരുന്നില്ല കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരാനുള്ള അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വായിക്കുന്ന കാരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവരുടെ പാപങ്ങളിൽ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതാണ് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആവശ്യം എന്ന് നമ്മൾ മുമ്പ് കണ്ടു. അങ്ങനെ പ്രാണനെ ചൂടുപിടിച്ച മനുഷ്യന് പാപത്തിൻ്റെ മോചനമാണ് ലഭിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നായ സുവിശേഷം 3:16 ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിലും നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അങ്ങനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മളോട് പറയുന്നൊരു കാര്യം, നിത്യജീവനാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നിത്യജീവൻ ദൈവം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് നമ്മളിവിടെ കാണുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഇതിലും വലിയൊരു ആശ്വാസം നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്? ഇതിലും വലിയൊരു തണുപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ഇതാണ് മനുഷ്യരാശിക്ക് യഥാർത്ഥമായിട്ട് വേണ്ടത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നാം എവിടെ പോകും? അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശൂന്യതയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുകയില്ല. അത് നമ്മുടെ ഹൃദയങ്ങളെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന്, നിത്യജീവൻ ലഭിക്കുമെന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം മാറ്റും, അല്ലെങ്കിൽ അത് മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 1 യോഹന്നാൻ 1:9 കൂടെ ഒന്ന് വായിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇവിടെ നമ്മൾ ആ സങ്കീർത്തനം വായിച്ചതിൻ്റെ അതേ ഒരു നേർ പകർപ്പാണ് ഇവിടെയും കാണുന്നത്. ദൈവത്തോട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അത് ദൈവം ക്ഷമിച്ചു തരുന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പിന്നെയും വായിക്കുന്നത്. അത് ദൈവം ചെയ്തു തരുമെന്നുള്ള ഉറച്ചൊരു കാര്യമാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിലൂടെ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പാപത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്താൽ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയല്ലാതെ ദൈവത്തിന് മുമ്പിൽ ക്ഷമിക്കാനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ഇവിടെ 33.5 വർഷം ജീവിച്ച് ക്രൂശിൽ മരിച്ച് അങ്ങനെ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ പാപത്തിനെ ക്ഷമിക്ക് വേണ്ടി യാചിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു വരുമെന്നാണ് ഈ വാക്യങ്ങളോടൊക്കെ നമ്മൾ വായിച്ചത്. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ കേൾവിക്കാരോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്,
നമ്മുടെ പാപങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു സൊല്യൂഷനുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ള ഉറപ്പ് ആർക്കും നമുക്ക് തരാൻ സാധിക്കില്ല. പലരും പറയുന്ന കാര്യം, നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിലേക്ക് പോയേക്കാം, നിങ്ങൾ അവിടെ ചെന്നാൽ സ്വർഗത്തിലേക്ക് പോയേക്കാം, നിങ്ങൾ ഇവിടെ ഇത്ര നേർച്ചയിട്ടാൽ സ്വർഗത്തിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തൊക്കെയും വിറ്റ് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊടുത്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചേക്കാം എന്നൊക്കെയും ആണ് നിങ്ങളോട് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ അതൊന്നും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു സംഘർഷത്തെ ശാന്തമാക്കുവാനോ സാധിക്കുന്നില്ല. എന്നാൽ ഇതിനൊക്കെ നേർ വിപരീതമായിട്ടാണ് ബൈബിൾ നമ്മളോട് പറയുന്ന കാര്യം. ബൈബിൾ നമ്മളോട് പറയുന്ന കാര്യം പാപത്തിന് ഒരു പരിഹാരമുണ്ടെന്നും അത് നിത്യമായ പരിഹാരമാണ് എന്നുമാണ് ബൈബിൾ നമ്മളോട് പറയുന്ന കാര്യം. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ ദാവീദ് രാജാവ് അതുതന്നെയാണ് ആ കാലഘട്ടത്തിലും ചെയ്തത്. ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ക്ഷമാപേക്ഷണമായിട്ട് ചെന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെല്ലാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പിലാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങളോടൊക്കെയും വായിച്ചത്. അത്രയ്ക്ക് വിശ്വസ്തനായും നീതിമാനമായ ദൈവമാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ ഇതിലൂടെയൊക്കെയും വായിച്ചത്. ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് അങ്ങനെ തൻ്റെ പ്രാണനുള്ള തണുപ്പ് ലഭിക്കുന്നത്. ആ പ്രാണൻ്റെ തണുപ്പ് കൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ സമാധാനം, അല്ലെങ്കിൽ മനുഷ്യന് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമാധാനം. ഇനി ഞാൻ സങ്കീർത്തനം 32-ന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് പാപം മറച്ചു കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെയും അതിനോടാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പാപം മറച്ചു കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. നിങ്ങളെ അങ്ങനെ നിത്യജീവനിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. ബാക്കി സമ്പത്തും ഒക്കെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ പദവികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമ അല്ലെങ്കിൽ പാപം മറച്ചു കിട്ടുന്ന ഈ അവസ്ഥ, അതാണ് നിത്യമായി നിലനിൽക്കുന്നത്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. അതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അനേക മനുഷ്യരും ഹൃദയം ചൂടുപിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വളരെ ഭാരപ്പെട്ടും വളരെ കലങ്ങിയും ഹൃദയം ചൂടുപിടിച്ചുമാണ് പല ആളുകളും ജീവിക്കുന്നത്. എന്നാൽ ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയുവാനും അതിന് തക്കതായിരിക്കുന്ന ഒരു പരിഹാരം നിർദ്ദേശിക്കാനും ശാശ്വതമായിരിക്കുന്ന ഒരു സമാധാനത്തിലേക്ക് നടത്തുവാനും കഴിയുന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മാത്രമല്ല, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം, പാപമെന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായി ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യർക്ക് അസാധ്യമാണ്. എങ്കിലും ഈ രക്ഷ സ്വന്തമാക്കുവാനായി ഇന്ന് ലോകത്തിലെ പല മനുഷ്യരും പ്രാർത്ഥനകളും കുദാശകളും മരണശേഷമുള്ള പരിഹാരക്രിയകളിലും ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ഒഴികെ എന്നാണ്. എത്ര ക്ലിയർ ആയിട്ടുള്ള വചനമാണത്. കാൽവലിയിലുള്ള വിശ്വാസത്തല്ലാതെ മനുഷ്യന് ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്, ഞാൻ അനുഭവിക്കേണ്ട മരണം എന്ന ശിക്ഷയാണ് കർത്താവെ അങ്ങ് ഏറ്റെടുത്തത് എന്ന് അംഗീകരിക്കുകയും നമുക്ക് ചെയ്യുവാനായിട്ടുള്ളൂ. അങ്ങനെ അംഗീകരിക്കുക മാത്രമല്ല, ശേഷിച്ച നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ ആയുസ് ആ കർത്താവിനായി സമർപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആ കർത്താവിനെ നമ്മുടെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം എത്രയോ അനുഗ്രഹിക്കപ്പെടും. എത്ര ആശ്ചര്യകരമായി, എത്ര ഐശ്വര്യമായി ഹൃദയ സമാധാനത്തോടെ ജീവിക്കുവാൻ അത് നമുക്ക് കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നൽകുന്ന ആശ്വാസവും ഉറപ്പുമെന്ന് പറയുന്നത് എത്ര ആശ്ചര്യകരമാണ്, അത്ഭുതകരമാണ്. ഈ നിലയിൽ വിശ്വസിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടുകൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോട് സ്തോത്രം. ഇന്നും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കേൾക്കുവാൻ, പ്രസംഗിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിൻ്റെ കൃപകൾക്കായി, അവിടുത്തെ നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷ എത്ര വിലയേറിയതാണ്, എത്ര മഹത്വകരമാണ്. അത് കൃപയാൽ സൗജന്യമായി ദൈവത്തിൻ്റെ ദാനമായി അങ്ങ് മനുഷ്യർക്ക് വച്ചിരിക്കുന്നു. ആ രക്ഷയെ സ്വന്തമാക്കുവാൻ ഇന്ന് വചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പാപികളാണ്. കർത്താവ്, ഞങ്ങളുടെ പാപത്തിൻ്റെ മേൽ പരിഹാരം വരുത്തുവാൻ അവിടുന്ന് ക്രൂശിൽ കഴിച്ച പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ കേട്ട് മറന്നു പോകാതെ അത് ഹൃദയത്തിലേക്കെടുത്ത് അത് രക്ഷയ്ക്കായി വിശ്വസിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.